ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാവ്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന അല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വരടോടാ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ആരിഫ് ഹുസൈൻ അല്ലേ? എന്റെ പേര് മുനീർ എന്നാണ്. മുനീർ, ഞാൻ വിളിച്ചത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ഡിതന്മാരല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, കൊറോണ കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും വന്നിട്ട് കൊറോണയെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സ് ആണ്. അവർ കൊറോണയെ കുറിച്ച് അഭിപ്രായം പറയട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പറയട്ടെ. നോക്കൂ, മുറ്റത്തൊരു മൈന. എന്നോട് എല്ലാവരും പറയും, അസ്മാഇന്റെ മൗലവിമാരൊക്കെ കൊറോണ പിടിച്ച് മരിച്ചു, ഭഗവി ഒരുപാട് തങ്ങന്മാര് മരിച്ചു, നിങ്ങൾ മാസ്ക് വെക്കണം. ഞാൻ പറഞ്ഞു, ചങ്ങന്മാരെ, മൂക്കിലൂടെയല്ല വൈറസ് വരുന്നത്, വായയിലൂടെയല്ല വൈറസ് വരുന്നത്. അത് ശാസ്ത്രീയ ലോകത്ത് പറയാനുള്ള അധികാരം എന്നെ ചുമതലപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങളെ ഞാൻ തെളിയിച്ചു തരും. വൈറസ് വരുന്നത് കാലിന്റെ അടിയിലൂടെയാണ്. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ചടിച്ചേനെ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അതാരാ? ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? ആരാണ് ചോയ്ക്ക്, ആരാണ്? നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. എങ്ങനെ ഇരിക്കണം? അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലിലും കിട്ടണില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട്. എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ, ലേഡി ഡോക്ടർ ആവണം. അടുത്ത ചോയ്സ് അതാണ്. മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ് ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പെണ്ണ് ഡോക്ടറെയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇപ്പൊ ഇവിടെ VP സുഹ്റ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ ആദരവോടുകൂടി തന്നെ പറയാണ്, അവരുടെ നിലപാടുകൾ പലതും പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം അവർ പൂർണ്ണമായി ഞങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് പോലെ അനുവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരെ ബഹിഷ്കരിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ നിൽക്കാറുണ്ടോ? ഇല്ല. ഞങ്ങൾ അവരെ ബഹിഷ്കരിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ നിൽക്കാറുണ്ടോ? ഇല്ല. സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ പോലീസ് കേസ്. തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശത്തിലാണ് കേസെടുത്തത്. സാമൂഹ്യ പ്രവർത്തക VP സുഹ്റ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? അതുപോട്ടെ, ഭക്ഷണമൊക്കെ കഴിച്ച് പോരാൻ നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനാകെ ബേജാറായി പോയി. ഇതാണ് സ്റ്റേജുമ്മല് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നു. പച്ച വ്യഭിചാരം. കുറച്ച് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിൻ്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല, പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ ഒരു അപകട സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ
എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഇസ്ലാം അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം അടച്ചുപൂട്ടേണ്ടത് ഇവിടുത്തെ മദ്രസകളും പള്ളി ദർസുകളുമാണ്. NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ് ഡ്രില്ല് നടത്തുന്നു. അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. സുരേഷ് സാറേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വ്യക്തമല്ലേ ഞാൻ പറഞ്ഞത്. അന്യ സ്ത്രീയും അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അത്രേ ഉള്ളൂ. അതേ സമയത്ത് ഈ പറഞ്ഞ മൗലവിമാര് ഇവര് പുറത്തിറങ്ങുകയും അവിടെ അന്യ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ നിയമം അനുസരിക്കാതെ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ ഈ നിയമം ബാധകമല്ലാത്ത അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിന് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർക്ക് പ്രശ്നമില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമോ? യാത്ര ചെയ്യാം. അപ്പോൾ അവിടെ സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകാമോ? പോകാൻ പറ്റും. വില്ലേജ് ഓഫീസിലോ? പോകാം. അവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. കോളേജിൽ പോകാം, പഠിപ്പിക്കാം. മദ്രസയിലെ കുട്ടികളോ? അതും ആവാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.